കോൺഗ്രസിൽ പുനഃസംഘടന ഉണ്ടാകുമോ എന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. സുധാകരൻ തന്നെ തുടരുമെന്ന ന്യൂസ് 18 വാർത്ത ഇന്നലെ സുധാകരൻ ശരിവച്ചിരുന്നു. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ തുടർ പ്രതികരണങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കെ സുധാകരൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ഇപ്പോൾ ന്യൂസ് 18 ചേരുന്നു. KPCC-യിൽ നേതൃമാറ്റം ഉണ്ടായേക്കുമെന്ന വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നതിനിടെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ എന്നോടൊപ്പം ചേരുന്നു. അങ്ങ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ തനിച്ചുപോയി കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ അതൊരു യാത്രയപ്പായിരുന്നു എന്നാണ് അവിടെ നിന്ന് പുറത്തേക്ക് വലിയ തരത്തിൽ പ്രചരിക്കുന്ന അഭ്യൂഹം. എന്താണ് യഥാർത്ഥത്തിൽ ഈ മീറ്റിംഗിൽ സംഭവിച്ചത്? അങ്ങനെയുള്ള നേതൃത്വത്തിന്റെ ഒരു സമീപനം എങ്ങനെയാണ്? നല്ല സമീപനം, സ്നേഹമസൃണമായ പെരുമാറ്റം. അല്ല, ഖാർഗേജിയൊക്കെ ഇത്രയും സ്നേഹത്തിൽ പെരുമാറുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. ആ സ്നേഹത്തോടെയുള്ള ഗാന്ധി എന്നെ ആശ്ലേഷിച്ചിട്ടാണ് എന്നെ വിട്ടത്. നല്ല സ്നേഹം. അല്ല, ആ ആശ്ലേഷം അങ്ങേ യാത്ര അയക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തോ ആവട്ടെ, ഞാനതിനെ കുറിച്ച് ചോദിക്കാനൊന്നും പോയിട്ടില്ല. ഈ ആശ്ലേഷം എന്നെ പുറത്താക്കാനാണോ ഒന്നും ചോദിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്കത് പ്രശ്നവുമല്ല. അതൊക്കെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ തീരുമാനമാണ്. ആ തീരുമാനം വാട്ട് എവർ ഇറ്റ് മേ ബി ദാറ്റ് ഐ വിൽ ഒബേ. ദീപാദാസ് മുൻഷി അങ്ങേക്കെതിരെ എന്തെങ്കിലും റിപ്പോർട്ട് റിപ്പോർട്ടഡ് ടു ഹൈക്കമാൻഡ്. അത് അങ്ങേ മാറ്റണമെന്നാണോ? അങ്ങനെ എന്തെങ്കിലും? പക്ഷേ അങ്ങയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? എന്റെ നിലപാട് എന്താണെന്ന് പാർട്ടി മാറണമെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് മാറും. ആ ദേശീയ നേതൃത്വം അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടില്ല. അന്ന് 100 വട്ടം പറഞ്ഞു എനിക്ക് ചോദിക്കരുത്. പക്ഷെ അങ്ങനെ വലിയ പ്രചാരണം നടക്കുന്നതിനല്ലേ നിങ്ങൾ നിശ്ചയിച്ച ഞാൻ നിശ്ചയിച്ചാൽ പിന്നെ നിങ്ങൾ പിന്നെ അത് അങ്ങനെ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കല. ഇന്നലെ എനിക്ക് വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിൽ ലഭിച്ച വിവരമനുസരിച്ച് ആന്റോ ആന്റണി തന്നെ KPCC അധ്യക്ഷനായി ഇന്നലെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് കോട്ടയത്ത് അദ്ദേഹം തങ്ങുകയായിരുന്നു എന്നും. അത് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചല്ലോ. അദ്ദേഹം പിൻവലിച്ചല്ലോ. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ പിൻവലിച്ചു. അത് യഥാർത്ഥത്തിൽ ആർക്കാണ് ഒരു കാര്യം കൂടെ, ആർക്കാണ് അങ്ങേ മാറ്റാൻ? എന്താണ്? ആർക്കുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അന്വേഷിച്ചപ്പോ ആർക്കുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രചാരണം അങ്ങനെ വന്നൊരു പ്രചരണം വന്നത്? നിങ്ങൾ അന്വേഷിക്കണം. മാധ്യമങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക. അതാണ് നിങ്ങളുടെ ധർമ്മം. നിങ്ങളൊരു നല്ല മര്യാദയും അന്തസ്സുള്ളൊരു മാധ്യമമാണെങ്കിൽ ഇതിന്റെ പിറകിൽ ആരാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് വസ്തുതകൾക്ക് വിരുദ്ധമായി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ ന്യൂസ് 18-ലൂടെ അദ്ദേഹത്തിന്റെ നിലപാട് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. നേതൃമാറ്റമെന്ന ഒരു ചർച്ചയും ഹൈക്കമാൻഡുമായി നടന്ന ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. സ്നേഹപൂർണമായ ഒരു പെരുമാറ്റമാണ് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് കൂടി KPCC അധ്യക്ഷൻ പറഞ്ഞു വെക്കുമ്പോൾ നേതൃമാറ്റമെന്ന തലത്തിൽ പ്രചരിച്ചുകൊണ്ടിരുന്ന മുഴുവൻ വാർത്തകളും നിഷേധിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ രംഗത്തെത്തുന്നു. വൈകുന്നേരം ദീപാദാസ് മുൻഷിയും അതോടൊപ്പം KC വേണുഗോപാലും ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് KPCC അധ്യക്ഷൻ തലസ്ഥാനത്തെത്തിയത്. പക്ഷേ തനിക്കെതിരെ ദീപാദാസ് മുൻഷി അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം കെ സുധാകരൻ സ്ഥിരീകരിക്കുമ്പോഴും അതിൽ ഒരു തരത്തിലും നേതൃത്വം ആ കാര്യം മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് സുധാകരൻ തന്നെ പറഞ്ഞു വെക്കുകയാണ്. അതായത് ദീപാദാസ് മുൻഷി KPCC അധ്യക്ഷനെതിരെ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. പക്ഷേ ആ റിപ്പോർട്ട് പരിഗണനയിലെടുത്തുകൊണ്ട് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും നടന്നിട്ടില്ല എന്നുകൂടി അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭ്യൂഹം ഏറുന്നത് എന്നതാണ് ഏറ്റവും രാഷ്ട്രീയ പ്രസക്തി ആർജിച്ച ചോദ്യം. കഴിഞ്ഞ ദിവസം ആന്റോ ആന്റണി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമോ എന്ന് കെ മുരളീധരനോട് ചോദിച്ചപ്പോൾ പേര് പറയാതെ മുരളീധരൻ നടത്തിയ ഒരു പരാമർശമുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം എടുത്തു പറഞ്ഞത് ഫോട്ടോ വെച്ചാൽ തിരിച്ചറിയുന്ന ആളായിരിക്കണം KPCC പ്രസിഡന്റ് എന്നാണ്. ഇത് വലിയ തരത്തിൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവമായ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സാഹചര്യമുണ്ടായി. അതിനു പിന്നാലെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഹൈക്കമാൻഡ് നേതൃത്വവുമായി ബന്ധപ്പെട്ടത്. അതോടൊപ്പം AK ആന്റണി, വയലാർ രവി ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഫോണിൽ വിളിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനു പുറകെ VM സുധീരൻ, മുൻ KPCC അധ്യക്ഷൻ കൂടിയായ VM സുധീരൻ ദീപാദാസ് മുൻഷിയെ ഫോണിൽ വിളിച്ച് ഇപ്പോൾ നേതൃമാറ്റം നടത്തിയാൽ ഉണ്ടാകാനിടയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് ക്ഷുഭിതനായി സംസാരിച്ചുവെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിനിടയിലാണ് ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രചാരണം ഡൽഹിയിലും തലസ്ഥാനത്തൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഏറ്റവും പ്രസക്തമായ പ്രതികരണവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ ന്യൂസ് 18-ലൂടെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. യെസ് ഡാൻ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കെ സുധാകരന്റെ വാക്കിൽ നിന്നുണ്ടാവുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തനിക്കെതിരെ റിപ്പോർട്ട് നൽകി എന്ന്
സുധാകരൻ സ്ഥിരീകരിക്കുകയാണ്. തനിക്കെതിരെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി തനിക്കെതിരെ റിപ്പോർട്ട് നൽകി, തന്നെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. സുധാകരൻ തന്നെ സ്ഥിരീകരിക്കുന്നു. എന്നാൽ തന്നെ മാറ്റണമെന്നത് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുമില്ല. ഒപ്പം തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഒരിക്കൽ